ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഇന്നൽ ഹംദലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി ചോദ്യോത്തരം. എല്ലാ എക്സസൈസും തുടങ്ങുന്നത് ചോദ്യോത്തരത്തിലാണല്ലോ. ബി അയ്യി ജാമിയത്തിൻ യദ്റുസു അബ്ദുല്ലാഹി. ഏത് യൂണിവേഴ്സിറ്റിയിലാണ് അബ്ദുള്ള പഠിക്കുന്നത്? യദ്റുസു ബി ജാമിയത്തി റിയാദി. റിയാദ് യൂണിവേഴ്സിറ്റിയിലാണ് അദ്ദേഹം പഠിക്കുന്നത്. യദ്റുസു അദ്ദേഹം പഠിക്കുന്നു. ഫി അയ്യി കുല്ലിയത്തിൻ യദ്റുസു ഹുവ. ഏത് കോളേജിലാണ് അദ്ദേഹം പഠിക്കുന്നത്? യദ്റുസു ഫി കുല്ലിയത്തിൽ ഹന്തസത്തി. എഞ്ചിനീയറിംഗ് കോളേജിലാണ് അദ്ദേഹം പഠിക്കുന്നത്. ഫി അയ്യി കുല്ലിയത്തിൻ യദ്റുസു ഈസ. ഈസ ഏത് കോളേജിലാണ് പഠിക്കുന്നത്? യദ്റുസു ഫി കുല്ലിയത്തി തിബ്ബി. മെഡിക്കൽ കോളേജിലാണ് അദ്ദേഹം പഠിക്കുന്നത്. ആൻസർ ഇൻഷാ അല്ലാഹ് ഉത്തരം താഴെ പോസ്റ്റ് ചെയ്യും. ഫി അയ്യി കുല്ലിയത്തിൻ യദ്റുസു ഇബ്രാഹിം. ഇബ്രാഹിം ഏത് കോളേജിലാണ് പഠിക്കുന്നത്? യദ്റുസു ഇബ്രാഹിമു ഫി കുല്ലിയത്തി തിജാറത്തി. കച്ചവടത്തിൻ്റെ കോളേജിലാണ് ഇബ്രാഹിം പഠിക്കുന്നത്. ഫി അയ്യി കുല്ലിയത്തിൻ യദ്റുസു ഇസ്ഹാഖ്. ഇസ്ഹാഖ് ഏത് കോളേജിലാണ് പഠിക്കുന്നത്? യദ്റുസു ഇസ്ഹാഖു ഫി കുല്ലിയത്തിൽ ആദാബി. ലിറ്ററേച്ചറിൻ്റെ കോളേജ് അഥവാ സാഹിത്യത്തിൻ്റെ കോളേജിലാണ് ഇസ്ഹാഖ് പഠിക്കുന്നത്. ഫി അയ്യി കുല്ലിയത്തിൻ യദ്റുസു ഇസ്മായിലു. ഇസ്മായിൽ ഏത് കോളേജിലാണ് പഠിക്കുന്നത്? യദ്റുസു ഇസ്മായിലു ഫി കുല്ലിയത്തിൽ ഉലൂമി. ശാസ്ത്രത്തിൻ്റെ കോളേജിലാണ് ഇസ്മായിൽ പഠിക്കുന്നത്. ഐന തദ്റുസു അഖവാത്തു അബ്ദുല്ലാഹി. അബ്ദുല്ലാഹിൻ്റെ പെങ്ങന്മാർ എവിടെയാണ് പഠിക്കുന്നത്? യദ്റുസ്ന അവർ പഠിക്കുന്നു. ഫി മദ്രസത്തി ഖാലിദ് ബിൻ വലീദ്. ഖാലിദ് ബിൻ വലീദ് മദ്രസയിലാണ് അവർ പഠിക്കുന്നത്. അൽ മുത്തവസ്സിതത്തി ബി മക്കത്ത. അതായത് മധ്യമ മീഡിയം സ്കൂള്. മദ്രസത്ത് ഖാലിദ് ബിൻ വലീദിൽ മുത്തവസ്സിതത്തി. മധ്യമ സ്കൂള് ഖാലിദ് ബിൻ വലീദിൻ്റെ ബി മക്കത്ത മക്കയിൽ. അപ്പോൾ യദുറുസൂന തദ്റുസു യദുറുസ്ന. ബാറക്കല്ലാഹു ഫീക്കും. വ ഐന യസ്കുനു ഇഖ്വാത്തുഹു. അദ്ദേഹത്തിൻ്റെ അതിന് മുന്നേ ഐന യസ്കുനു അബ്ദുല്ലാഹി. അബ്ദുള്ള എവിടെയാണ് താമസിക്കുന്നത്? യസ്കുനു അബ്ദുല്ലാഹി മഅ ഖരീബിൻ ലഹു. അബ്ദുള്ള താമസിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കുടുംബത്തിൻ്റെ കൂടെയാണ്. മഅ കൂടെ, ഖരീബുൻ ഒരു കുടുംബം, ലഹു അദ്ദേഹത്തിൻ്റെ. ഐന യസ്കുനു ഇഖ്വാത്തുഹു. അദ്ദേഹത്തിൻ്റെ സഹോദരിമാർ എവിടെ താമസിക്കുന്നു? യസ്കുനു ഇഖ്വാത്തുഹു അദ്ദേഹത്തിൻ്റെ സഹോദരിമാർ താമസിക്കുന്നു ഫി മഹാജിഇൽ ജാമിയത്തി. യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ. ഇനി അടുത്തത് സാധാരണ പോലെ ശരിയോ തെറ്റോ എന്ന് പറയാം. ലാ യഅരിഫു അബ്ദുല്ലാഹി അൽ മുഹന്ദിസ സുലൈമാന. എഞ്ചിനീയർ സുലൈമാൻ അബ്ദുള്ളക്ക് അറിയില്ലായിരുന്നു. അപ്പം എന്താ? യഅരിഫു അബ്ദുല്ലാഹിൽ മുഹന്ദിസ സുലൈമാന. അപ്പോൾ അതാണ് അതിൻ്റെ ശരി. അറിയുമായിരുന്നു. അബ്ദുല്ലാഹി മുത്തവസവ്വിജുൻ. അബ്ദുല്ലാഹി കല്യാണം കഴിച്ചതാണോ? അല്ല. അബ്ദുല്ലാഹി അസബുൻ കല്യാണം കഴിക്കാത്ത ആളായിരുന്നു. അസബുൻ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കാത്ത ആൾ, ബാച്ചിലർ. യദ്റുസു അബ്ദുല്ലാഹി ഫി സനത്തിൽ ഊല. ആദ്യത്തെ വർഷമാണ് അബ്ദുള്ള പഠിക്കുന്നത്. യദ്റുസു അബ്ദുല്ലാഹി ഫി സനത്തി സാനിയത്തി. അതാണ് ശരി. രണ്ടാമത്തെ വർഷമാണ് അബ്ദുള്ള പഠിക്കുന്നത്. നസല അബ്ദുല്ലാഹി മിനൽ ഹാഫിലത്തി ഖബ്ല നുസൂലി ഫൈസലിൻ. ഫൈസൽ ഇറങ്ങുന്നതിന് മുമ്പ് ബസ്സിൽ നിന്ന് അബ്ദുള്ള ഇറങ്ങി. ശരിയാണോ? അല്ല. നസല അബ്ദുല്ലാഹി ബഅദ നുസൂലിൽ ഫൈസലി.
ഫൈസൽ ഇറങ്ങിയതിന് ശേഷമാണ് അബ്ദുള്ള ഇറങ്ങിയത്. ഇനി അടുത്തത്, ഇനി നമ്മൾ പാഠത്തിലുള്ള ഉത്തരമല്ല, നമുക്കിഷ്ടമുള്ള ഉത്തരം കൊടുക്കാം. ഐന തദ്രുസു അന്ത, നീ എവിടെയാണ് പഠിക്കുന്നത്? തദ്രുസു എന്ന നീ ഒരു പുരുഷൻ പഠിക്കുന്നു. ഐന തദ്രുസു അന്ത, നീ എവിടെയാണ് പഠിക്കുന്നത്? അപ്പം എങ്ങനെ ഉത്തരം പറയാം? അദ്റുസു, ഞാൻ പഠിക്കുന്നു, ബിൽ ജാമിയത്തിൽ ഇസ്ലാമിയത്തി, ഇസ്ലാം യൂണിവേഴ്സിറ്റിയിലാണ് ഞാൻ പഠിക്കുന്നത്. അപ്പോൾ തദ്റുസു നീ പഠിക്കുന്നു, അദ്റുസു ഞാൻ പഠിക്കുന്നു. ആ ദർസയാണ് ഫീല്. താ എന്ന് പറയുന്നത് മുലാരിൻ്റെ അടയാളം, അംസ ആ എന്ന് പറയുന്നത് മുലാരിൻ്റെ അടയാളം. അദ്റുസു എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കുന്നു, തദ്റുസു എന്ന് പറഞ്ഞാൽ നീ പഠിക്കുന്നു. അവൾ പഠിക്കുന്നവനും തദ്റുസു എന്ന് തന്നെ പറയാം കേട്ടോ. അപ്പോൾ സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. ബാറക്കല്ലാഹു ഫീക്കും. ഐന തസ്കുനു, നീ എവിടെയാണ് താമസിക്കുന്നത്? അപ്പോൾ അങ്ങനെ ഉത്തരം പറയാം, അസ്കുനു, ഞാൻ താമസിക്കുന്നു, ഫി മഹാജിൽ ജാമിയത്തി, യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ. ആ താരിഫു ലുഗത്തിൽ ഫറൻസിയത്തി, നിനക്ക് ഫ്രഞ്ച് ഭാഷ അറിയുമോ? താരിഫു അറിയുന്നു, ആ താരിഫു നിനക്കറിയുമോ? താരിഫു നീ അറിയുന്നു, ആ താരിഫു നിനക്കറിയാമോ? ഫ്രഞ്ച് ഭാഷ. ലാ ആരിഫു, എനിക്കറിയില്ല. ആരിഫു എനിക്കറിയും, ലാ ആരിഫു എനിക്കറിയില്ല. ലാ ആരിഫു അൽ ലുഗത്തൽ ഫറൻസിയ. മിൻ ഐ ഇസാഅത്തിൻ തസ്മഉൽ അഖ്ബാറ, നീ ഏത് റേഡിയോ സ്റ്റേഷനിൽ നിന്നാണ് ന്യൂസ് കേൾക്കുന്നത്? തസ്മഉ നീ കേൾക്കുന്നു, നീ ന്യൂസ് കേൾക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉത്തരം പറയാം? അസ്മഉ, ഞാൻ കേൾക്കുന്നു, അൽ അഖ്ബാറ ന്യൂസ് വാർത്ത, മിൻ ഇസാഅത്തി കസീറത്തിൻ ധാരാളം റേഡിയോ സ്റ്റേഷനുകളിൽ നിന്ന്. ആ താരിഫു ബൈത്തുൽ മുദർരിസി, അധ്യാപകൻ്റെ വീട് നിനക്കറിയാമോ? താരിഫു നീ അറിയുന്നു, ആ താരിഫു നിനക്കറിയാമോ? നാം ആരിഫു, അതെ എനിക്കറിയാം. അപ്പോൾ താന്ന് ചേർത്തിയ നീ എന്നാണ്, ആന്ന് ചേർത്തിയ ഞാൻ, പിന്നെ താന്ന് ചേർത്തിയ അവൾ എന്നും അർത്ഥമുണ്ട്. ഓക്കെ, അവൾക്കും താ എന്നെ പറയാം, ചേർക്കുക, മുലാരിൻ്റെ കൂടെ ഫീലിൻ്റെ കൂടെയുള്ള അടയാളം. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും.